പല സാഹചര്യങ്ങളിലും കോളുകളൊന്നും വരണ്ട, ഇന്റർനെറ്റ് മാത്രം ഉപയോഗിച്ചാൽ മതി എന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടില്ലേ? അതിപ്പോ ഓൺലൈൻ ഗെയിം കളിക്കുന്നവര്, അതുപോലെ തന്നെ നമുക്കിപ്പോൾ ആരെങ്കിലും അനാവശ്യമായിട്ട് കോള് വിളിക്കാൻ സാധ്യതയുണ്ടെങ്കിലൊക്കെ നമ്മൾ കരുതാറുണ്ട് ഇങ്ങനെ കോളൊന്നും വരണ്ട, ഇന്റർനെറ്റ് മാത്രം ഉപയോഗിച്ചാൽ മതി എന്ന്. അപ്പോൾ അതിനുള്ള ഒരു സൂത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ കോള് വരാതെ എങ്ങനെയാണ് ഇന്റർനെറ്റ് മാത്രം നമ്മുടെ മൊബൈൽ ഫോണിൽ സെറ്റ് ചെയ്യാമെന്നുള്ള കൂടുതൽ വിശദാംശങ്ങൾ വീഡിയോയിൽ പറഞ്ഞു തരാം. ഈ ഒരു ട്രിക്ക് പ്രവർത്തിപ്പിക്കണമെങ്കിൽ നിങ്ങളുടെ കൈവശം മറ്റൊരു ഫോൺ നമ്പർ കൂടി ഉണ്ടായിരിക്കണം. ഏത് സമയത്തും സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കാൻ പറ്റുന്ന നമ്പർ, അല്ലെങ്കിൽ റീചാർജ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇൻകമിംഗ് കോള് കട്ടായി കിടക്കുന്ന നമ്പർ. അതിപ്പോൾ നിങ്ങളുടേതോ സുഹൃത്തിൻ്റെതോ ബന്ധുക്കളുടെയോ, അതുപോലെ നിങ്ങൾക്ക് ഏറ്റവും പരിചയമുള്ള ആൾക്കാരുടെ ഇതുപോലെയുള്ള നമ്പർ ഉണ്ടെങ്കിൽ ഉപയോഗിക്കാം. യാതൊരു കാരണവശാലും അപരിചിതരുടെ നമ്പർ ഉപയോഗിക്കാൻ പാടില്ല. ആദ്യം നിങ്ങളുടെ ഫോണിലെ ഡയലർ ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഞാൻ ടൈപ്പ് ചെയ്യുന്നത് പോലെ ടൈപ്പ് ചെയ്യുക. സ്റ്റാർ സ്റ്റാർ എന്ന് 2 തവണ സ്റ്റാർ ടൈപ്പ് ചെയ്തതിന് ശേഷം 21 എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം വീണ്ടും സ്റ്റാർ ടൈപ്പ് ചെയ്യുക. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള നമ്പർ, അതായത് സ്വിച്ച് ഓഫ് ചെയ്യാൻ സാധിക്കുന്ന നമ്പർ, അല്ലെങ്കിൽ റീചാർജ് ചെയ്യാതെ ഇൻകമിംഗ് കോൾ കട്ടായിരിക്കുന്ന നമ്പർ നിങ്ങളിവിടെ ടൈപ്പ് ചെയ്യുക. ഏറ്റവും അവസാനം നിങ്ങൾ ഹാഷ് ടൈപ്പ് ചെയ്തതിന് ശേഷം കോൾ ബട്ടൺ എൻ്റർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കോൾ ഫോർവേഡിംഗ് രജിസ്ട്രേഷൻ വാസ് സക്സസ്ഫുൾ എന്ന നോട്ടിഫിക്കേഷൻ വരും. ഓക്കെ കൊടുക്കുക. ഇതോടെ നിങ്ങളുടെ ഫോണിൽ പിന്നീട് കോള് വരുന്നതല്ല, കോള് പോകുന്നത് നിങ്ങൾ കൊടുത്ത നമ്പറിലേക്കായിരിക്കും. അപ്പോൾ വിളിക്കുന്നവർക്ക് സ്വിച്ച് ഓഫും കാര്യങ്ങളൊക്കെയാണ് പറയുക. പക്ഷേ നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് യഥേഷ്ടം ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഇനി നിങ്ങൾക്ക് പഴയതുപോലെ തന്നെ നിങ്ങളുടെ നമ്പറിലേക്ക് കോള് വരണമെങ്കിൽ ഹാഷ് ഹാഷ് എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം 21 എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം വീണ്ടും ഹാഷ് ടൈപ്പ് ചെയ്ത് കോൾ ബട്ടൺ എൻ്റർ ചെയ്യുക. അപ്പോൾ കോൾ ഫോർവേഡിംഗ് എറൈസ് സക്സസ്ഫുൾ എന്ന നോട്ടിഫിക്കേഷൻ വരും. ഇതോടെ നിങ്ങളുടെ ഫോണിലേക്ക് സാധാരണ പോലെ കോളും വരും, ഇൻ്റർനെറ്റ് ഉപയോഗിക്കാനും സാധിക്കും. ഓക്കെ, ഇനി രണ്ടാമത്തെ മെത്തേഡ് പറഞ്ഞു തരാം. അതിപ്പോൾ ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരുന്നത് ഗൂഗിളിൻ്റെ ഡയലറിലാണ്. നിങ്ങളുടെ ഫോണിൽ ഡയലർ ആപ്ലിക്കേഷൻ വ്യത്യാസമുണ്ടെങ്കിൽ ഈ ഓപ്ഷനിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും. എങ്കിലും നിങ്ങൾക്ക് ഇതിലൂടെ തന്നെ ചെയ്യാൻ സാധിക്കുന്നതാണ്. ആദ്യം ഫോണിലെ ഡയലർ ആപ്പ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഇടതുഭാഗത്ത് കാണുന്ന 3 ലൈൻസിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സെറ്റിംഗ്സ് ലഭിക്കും. സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോളിംഗ് അക്കൗണ്ട്സ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അതൊന്ന് ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് ഓപ്പറേറ്റർ റിലേറ്റഡ് സെറ്റിംഗ്സ് കാണാം. അതൊന്ന് ഓപ്പൺ ചെയ്താൽ കോൾ ഫോർവേഡിംഗ് കാണാം. അതൊന്ന് ഓപ്പൺ ചെയ്താൽ വോയിസ് കോൾ കാണാം. അതൊന്ന് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് അല്പനേരം കാത്തിരിക്കുക. നിങ്ങളുടെ ഫോണിൽ ഡ്യുവൽ സിം ഉണ്ടെങ്കിൽ സിം സെലക്ട് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ കൂടി വരും, അതും കൂടി സെലക്ട് ചെയ്യണം. പിന്നീട് ഈ ഓപ്ഷൻ ലഭിച്ചാൽ നിങ്ങൾക്ക് ഇവിടെ ഓൾവേസ് ഫോർവേഡഡ് എന്ന് പറയുന്ന ആദ്യത്തെ ഓപ്ഷൻ കാണാം. അതിൻ്റെ ബട്ടൺ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നമ്പർ ടൈപ്പ് ചെയ്യേണ്ട ഓപ്ഷൻ വരും. നേരത്തേതുപോലെ തന്നെ നിങ്ങൾ നമ്പർ ടൈപ്പ് ചെയ്യുക, ശേഷം ഓക്കെ കൊടുക്കുക. അപ്പോൾ നേരത്തേതുപോലെ തന്നെ നിങ്ങളുടെ ഫോണിൽ കോൾ ഫോർവേഡിംഗ് ആക്ടിവേറ്റ് ആകുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഇത് ഓഫ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ വന്നതുപോലെ തന്നെ സെറ്റിംഗ്സിനകത്ത് നിന്ന് ഇതുവരെ വരണം. എന്നിട്ട് ഈ ബട്ടൺ ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടുന്നതാണ്, ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ ഫാറ്റ ടെക്കിൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും goodbye.